പ്രതിസന്ധി ഘട്ടത്തിൽ ആൾക്കൂട്ടങ്ങളുടെയോ സംഘടിത ശക്തിയുടെയോ പിൻബലമില്ലാത്തൊരു സാധാരണക്കാരനായ എൻ്റെ ഒപ്പം നിന്ന് മുഴുവൻ പേർക്കും പ്രാർത്ഥന മനസ്സോടെ നന്ദിയോടെ. ആര് നിന്നു എന്നായി പറയുന്നത്? നിങ്ങളുടെ കൂടെ കുറേ സുഡാപ്പികൾ നിന്നു. അവർ ആ സുഡാപ്പികൾ കോളേജിൽ അവിടെ സ്കൂളിൽ വന്നിട്ട് കുറേ ഒച്ചയമ്പകളും ഉണ്ടാക്കി ബാക്കിയുള്ള കുട്ടികളെയും പേടിപ്പിച്ചു. ഇതല്ലേ ഉണ്ടായത്. അല്ലാതെ നിങ്ങളുടെ കൂടെ ആരാ നിന്നത്? പിന്നെ നിന്നത് ഇവിടുത്തെ നിങ്ങളുടെ ഈ യൂസ്ഫുൾ ഇഡിയറ്റ്സ് എന്ന് പറയുന്ന നമ്മളുടെ കമ്മ്യൂണിസ്റ്റുകാർ. അതല്ലാതെ ഇവിടെ ആരാ നിന്നത്? പൊതുജനത്തിൽ ഒരാൾ പോലും നിന്നിട്ടില്ല. ഇവിടുത്തെ മുസ്ലിങ്ങളിൽ ഒരു വലിയ ഭൂരിപക്ഷം വരുന്ന ഇവിടുത്തെ സമാധാനപ്രിയരായിട്ടുള്ള ഈ കുത്തിത്തിരിപ്പിൽ മനമെടുത്തിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾ ഒരാൾ പോലും നിങ്ങളുടെ കൂടെ കൂടിയില്ല. ഏതോ 2-3 കുരുപൊട്ടിയ മറ്റ് ഏതോ ജിഹാദികൾ കൂടിയിട്ടുണ്ട്. അവരുടെ കുട്ടികളെയും ഇതുപോലെ ഇറക്കി കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞ്. അവർ പോയല്ലോ എന്നൊന്നും അറിയില്ല. പോകുമ്പോൾ പോട്ടെ. അങ്ങനെയുള്ളവർ പോകുന്നത് തന്നെയാണ് നല്ലത്. അതല്ലെങ്കിൽ നാടിന് അത് ബാധ്യതയാണെന്നാണ് ഞാൻ പറയുക. പറ്റുമെങ്കിൽ നിങ്ങൾ ഹിജറ പോകണം എന്നാണ് പറയുക. അതല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇതേപോലെ ജീവിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട് വിട്ടു പോവുക, പാകിസ്ഥാനിലേക്ക് പോകൂ. ഞാനത് പച്ചയ്ക്ക് പറയും. കാരണം എന്താണ്? ഇതല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് താമസിക്കാനും ജീവിക്കാനും കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹിജറ പോകൂ എന്നല്ലേ മുഹമ്മദ് നബി നമ്മളെ പഠിപ്പിച്ചത്. അതല്ലേ മുഹമ്മദ് നബി ചെയ്ത് കാണിച്ചത്. മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോയത് എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ എന്തോ മറ്റേ ഒട്ടകത്തിൻ്റെ എന്തോ ചാണകം കൊണ്ടുവന്ന് ഇട്ടു എന്നൊക്കെയല്ലേ നിങ്ങൾ പറയണത്. അപ്പോൾ അങ്ങനെ സംഘികൾ നിങ്ങൾ ഇതേപോലെ വേട്ടയാടുന്ന ഒരു കാലഘട്ടമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? തൊട്ടപ്പുറത്ത് ബംഗ്ലാദേശുണ്ട്, പാകിസ്ഥാനുണ്ട്, അഫ്ഗാനിസ്ഥാനുണ്ട്, അങ്ങനെ എന്തെല്ലാം സ്ഥലങ്ങളുണ്ട്. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോകാമല്ലേ? എന്താ നിങ്ങൾ പോകാത്ത എൻ്റെ പൊന്നനിയാസ് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്.